عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ വചനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്തുകളിൽ ഒന്നാണത്. ഇതിന്റെ അർത്ഥം വൈദ് യംകുറു ബികല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ താങ്കളോട് കുതന്ത്രം കാണിച്ച സന്ദർഭം, അവര് തങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ സന്ദർഭം താങ്കൾ ഓർത്തു നോക്കൂ. എന്താണ് അവർ തന്ത്രം മെനഞ്ഞത്? ലിയസ്ബിതൂക, നിങ്ങളെ പൂർണ്ണമായും നാട്ടിൽ നിന്ന് നാമാവിശേഷമാക്കാൻ, നിഷ്കാസനം ചെയ്യാനാണ് അവർ തന്ത്രം മെനഞ്ഞത്. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ താങ്കളെ വധിച്ചു കളയാനാണ് അവർ തന്ത്രങ്ങൾ മെനഞ്ഞത്. ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ താങ്കളെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാനാണ് അവർ തന്ത്രം മെനഞ്ഞത്. വയംകുറൂൻ, ഈ രൂപത്തിലാണ് അവരുടെ തന്ത്രം മെനഞ്ഞിരിക്കുന്നത്. വയംകുറുല്ലാഹു, എന്നാൽ അല്ലാഹു തആല അവർക്കെതിരെ തന്ത്രം മെനഞ്ഞിരിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹുവാണ് ഏറ്റവും നല്ല തന്ത്രജ്ഞൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ പോയതിന്റെ 1-ാം ഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ സംഭവം ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഫഫി യൗമിൽ ഖമീസ് മിൻ ശഹരി സഫരിൻ ഇജ്തമഅൽ മുശ്രികൂന ഫീ ദാരിൻ നദ്വ, ഒരു സഫർ മാസം വ്യാഴാഴ്ച ദിവസം ശത്രുക്കൾ ദാറുൻ നദ്വ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി. വതശാവറു ഫി ത്വരീഖത്തിൽ മുസ്ലാ, അവര് പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ, പറയപ്പെട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചർച്ച ചെയ്തു. ഫമിൻ ഖായിലിൻ, അങ്ങനെ ഒരാൾ അഭിപ്രായപ്പെട്ടു, ബിളറൂറത്തി ഖത്ലിഹി അലൈഹി സ്വലാത്തു വസ്സലാം വതഖല്ലുസ് മിൻഹു, തങ്ങളുടെ ശത്രുവായ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചുകളിൽ അനിവാര്യമാണ്. വതഖല്ലുസ് മിൻഹു, അയാളിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കൽ അനിവാര്യമാണെന്ന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരാൾ അഭിപ്രായം പറഞ്ഞു. ഒരാൾ പറഞ്ഞു വധിക്കണം. ആഖറുൻ ബിഹബ്സിഹി, മറ്റൊരാൾ അഭിപ്രായം പറഞ്ഞു വധിച്ചു കളയണ്ട, ബന്ധനസ്ഥനാക്കിയാൽ മതി, പിടിച്ചു കെട്ടിയിടാം. വസാലിസുൻ, മൂന്നാമതൊരു അഭിപ്രായം വന്നു, മുഹമ്മദിനെ ആട്ടിയോടിക്കണം, ഇയാളെ ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ പല രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആ ഒരു ദാറുൻ നദ്വയിൽ നടന്ന മീറ്റിംഗിൽ പുറത്തു വന്നു. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയാനുള്ള തീരുമാനത്തിൽ എല്ലാവരും ഏകോപിച്ചു. അപ്പോൾ ഒരു ചോദ്യം, ആര് വധിക്കും? വധിച്ചാൽ ബനു ഹാഷിമിന്റെ പ്രതികാരം ശക്തമാകും. അപ്പോ വധിച്ചു കളയുന്ന കാര്യത്തിൽ ഒന്നുകൂടി ആലോചിക്കണം. അങ്ങനെ ഇഖ്താറ അശറത റിജാലിൻ മിൻ കുല്ലി ഖബീല, ഓരോ കബീലയിൽ നിന്നും 10 കബീലകളിൽ നിന്നായിട്ട് ഓരോ വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു വധിച്ചു കളയാൻ. എന്തിനു വേണ്ടിയാണ്? ലിയശ്തരികൂ ഫീ ഖത്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ ഗോത്രത്തിലെ ആളുകൾക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാകാൻ. അങ്ങനെ വരുമ്പോൾ ഫലാ യസ്തതിഉ ബനു ഹാഷിമിൻ മുവാജഹത ജമീഇൽ ഖബായിൽ, ബനു ഹാഷിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് ഓരോ ഗോത്രങ്ങളോടും പ്രതികാരം ചോദിക്കാൻ പറ്റൂല. എന്നാൽ ആ മൊത്തം ആളുകളോട് പ്രതികാരം ചോദിക്കാൻ തീരെ സാധിക്കുകയില്ല. അപ്പോ
അവരുടെ പദ്ധതി വളരെ കൃത്യമായി വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും. ഇതായിരുന്നു അവരുടെ ഗൂഢാലോചന. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ അവർ നടത്തിയ ശക്തമായ ഒരു ഗൂഢാലോചനയാണത്. ഈ ഒരു ഗൂഢാലോചനയെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. സത്യനിഷേധികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തി. ഒന്നുകിൽ നശിപ്പിച്ചു കളയുക, അല്ലെങ്കിൽ വധിച്ചു കളയുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുക. വയം കുറൂന, ഈ രൂപത്തിലാണ് അവർ ഗൂഢാലോചന നടത്തിയത്. എന്നാൽ വയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ നടത്തി അതിലും വലിയ തന്ത്രമാണ് ആവിഷ്കരിച്ചത്. ആ തന്ത്രം വല്ലാഹു ഖൈറുൽ മാകിരീൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയ തന്ത്രജ്ഞൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. ശത്രുക്കൾ ഇങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, കൊന്നു കളയാനാണ് അവരുടെ തീരുമാനം. അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെടണം, താങ്കൾ ജാഗ്രതയോടുകൂടി വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരു ഹിക്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ആ ഹിക്മത്തിന്റെ വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് മരിച്ചു പോകുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.